ഒരു വനത്തിനുള്ളിൽ മറിഞ്ഞിരുന്ന മാന്ത്രിക ഉദ്യാനത്തിൽ റോസ്ലാൻഡ് എന്നൊരു ചെറിയ റോസ മുട്ട വിരിഞ്ഞു. സജീവമായ പൂക്കളുടെ കടലിൽ അവൾ ഒരു ചെറിയ ലോലമായ മുട്ട മാത്രമായിരുന്നു. എന്നിട്ടും ഒരു ദിവസം മുഴുവൻ പൂന്തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ റോസാമുട്ടായി മാറുക എന്ന സ്വപ്നം അവൾക്കുണ്ടായിരുന്നു. കാറ്റിൽ നിന്നുള്ള ഏറ്റവും മൃദുലമായ മന്ത്രിപ്പോടെയാണ് റോസ്ലിന്റെ യാത്ര ആരംഭിച്ചത്. അവളുടെ ആന്തരിക സൗന്ദര്യം ലോകത്തിന് വെളിപ്പെടുത്താൻ അവളെ പ്രേരിപ്പിച്ചു. കാറ്റ് പറയും, നിങ്ങളുടെ സമയം ഉടനെ വരും. ദിവസങ്ങൾ കടന്നുപോയി. റോസ്ലാൻഡ് വളരുന്നതായി തോന്നി. സൂര്യന്റെ ചൂടും മഴയുടെ തണുത്ത ചുംബനങ്ങളും അവൾ അനുഭവിച്ചു. അവളുടെ ദളങ്ങൾ പതുക്കെ വിടരാൻ തുടങ്ങുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ ചുറ്റുമുള്ള മറ്റു പൂക്കൾ അവളെ പ്രോത്സാഹിപ്പിച്ചു. പൂത്തു കഴിഞ്ഞാൽ അവൾ എത്ര അത്ഭുതകരമാകുമെന്ന് അവളോട് പറഞ്ഞു. ഡെയ്സികൾ മൃദുവായ ഈണങ്ങൾ പാടും, അതേസമയം ലില്ലികൾ പ്രോത്സാഹനത്തോടെ പുഞ്ചിരിക്കും. ഒടുവിൽ ഒരു ദിവസം രാവിലെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയെ ചുംബിച്ചപ്പോൾ കടും ചുവപ്പ് ദളങ്ങളോടെ റോസ്ലാൻഡ് വിടർന്നു. അവൾ പ്രകാശപൂരിതയായിരുന്നു. തേനീച്ചകൾ അവളുടെ ചുറ്റും കൂടി. ചിത്രശലഭങ്ങൾ വായുവിൽ നൃത്തം ചെയ്തു. പക്ഷികൾ പോലും അവളുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കാൻ നിന്നു. റോസ്ലാൻഡ് പൂന്തോട്ടത്തിലെ നക്ഷത്രമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ റോസ്ലാൻഡിന് എന്തോ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരിക്കൽ വളരെ മൃദുവും മിനുസവുമായിരുന്ന അവളുടെ ദളങ്ങൾക്ക് പ്രായമാകാൻ തുടങ്ങി. അവയ്ക്ക് തിളക്കം നഷ്ടപ്പെട്ടു. അവളുടെ ദളങ്ങൾ അരികുകൾ ചുരുളാൻ തുടങ്ങി. അവളെ അത്രയധികം ആരാധിച്ചിരുന്ന മറ്റു പൂക്കൾ പതിഞ്ഞ സ്വരത്തിൽ മന്ത്രിക്കാൻ തുടങ്ങി. അവൾ മടങ്ങുകയാണ് അല്ലേ? ഡെയ്സികൾ ചോദിച്ചു. അവൾ വളരെ സുന്ദരിയായിരുന്നു. ലില്ലുകൾ നെടുവീർപ്പെട്ടു. വാർദ്ധക്യത്തെ മുമ്പൊരിക്കലും ഭയന്നിട്ടില്ലായിരുന്ന റോസ്ലാൻഡിന് ഇപ്പോൾ ഒരു ദുഃഖം തോന്നി. സൗന്ദര്യം എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് നഷ്ടപ്പെടുന്നത് കാണുന്നത് ഇപ്പോഴും വേദനാജനകമായിരുന്നു. പലപ്പോഴും വേയുള്ള കാറ്റ് അവളോട് വീണ്ടും പറഞ്ഞു, വിഷമിക്കേണ്ട റോസ്ലാൻഡ്. അത് സൗമ്യമായി പറഞ്ഞു, നീ ഇപ്പോഴും സുന്ദരിയാണ്. കാരണം നിന്റെ സൗന്ദര്യം നിന്റെ ദളങ്ങളിൽ മാത്രമല്ല, നീ ഈ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന സ്നേഹത്തിലും സന്തോഷത്തിലുമാണ്. ആ നിമിഷം റോസ്ലാൻഡ് പ്രധാനപ്പെട്ട ഒരു കാര്യം തിരിച്ചറിഞ്ഞു. മൊട്ടിൽ നിന്ന് പൂവിലേക്കുള്ള അവളുടെ യാത്ര ഒരു മാന്ത്രിക സാഹസികതയായിരുന്നു. അത് എന്നേക്കുമായി സുന്ദരിയായി തുടരുന്നതിനെക്കുറിച്ചല്ല, മറ്റുള്ളവരുമായി അവൾ പങ്കിട്ട സന്തോഷത്തെയും അത്ഭുതത്തെയും കുറിച്ചായിരുന്നു. തേനീച്ചകളും ചിത്രശലഭങ്ങളും പക്ഷികളും അവളെ സ്നേഹിച്ചത് അവൾ അവർക്ക് നൽകിയ ഊഷ്മളതയ്ക്കായിരുന്നു. അങ്ങനെ റോസ്ലാൻഡ് മാറ്റങ്ങളെ സ്വീകരിച്ചു. അവളുടെ ദളങ്ങൾ സൗമ്യമായി വീണു. അവൾ പൂന്തോട്ടത്തിന് അവസാനമായി നന്ദി പറഞ്ഞു. അവളുടെ ഇതളുകൾ ഭൂമിയിലേക്ക് വീഴുമ്പോഴും അവ മണ്ണിന്റെ ഭാഗമായി മാറി. അവിടെ പുതിയ പൂക്കൾ ഉടൻ വളരും. ഓരോന്നിനും റോസ്ലാൻഡിന്റെ മാന്ത്രികതയുടെ ഒരു ചെറിയ ഭാഗം വഹിക്കും. ആ മാന്ത്രിക പൂന്തോട്ടത്തിൽ അവളുടെ സൗന്ദര്യം ഇനിയും ജീവിക്കും.